ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലും ഒരു ക്വാളിറ്റി പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബുക്ക് നോളജ് മാത്രം മതിയോ? ഒരിക്കലുമല്ല. ആസ് എ കൊമേഴ്സ് പ്രൊഫഷണൽ സ്റ്റുഡൻറ് നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും സ്ട്രെസ് മാനേജ്മെൻറ്റും എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റുഡൻറ് ആൻഡ് എ പ്രൊഫഷണൽ. സോ ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എലാൻസിൽ വി ഹാവ് 5 സ്റ്റുഡൻസ് ക്ലബ്. ഈ ക്ലബ്ബുകളെല്ലാം തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെ സ്റ്റുഡൻസിന് റിയൽ വർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കാറുണ്ടായിരുന്നു. കൺസൾടെക്സ് എന്നൊരു സ്റ്റുഡൻറ് ക്ലബ് ഈ അടുത്ത് പുതിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് AuditLab. ഒരു മിനി ഓഡിറ്റ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു AuditLabന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റ്. ഓഡിറ്റിംഗ് നമുക്കറിയാം, ഒരു ക്ലയൻറ്റിൻ്റെ എൻഗേജ്മെന്റ് ലെറ്റർ സൈൻ ചെയ്യുന്നത് തൊട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള ഒരു ലോങ് പ്രോസസ്സാണ് ആക്ച്വലി ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗിന്റെ ബേസിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാസ്റ്റർ ക്ലാസ്സിലൂടെയായിരുന്നു നമ്മൾ AuditLab സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻസ് ഇൻവൈറ്റ് ചെയ്തു. നമുക്കൊരു 700+ രജിസ്ട്രേഷൻസ് കിട്ടി. 700 രജിസ്ട്രേഷൻസ് വരും 700 ടീംസ്. ഓരോ ടീമിനെയും നമ്മളൊരു ഓഡിറ്റ് ഫേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇനി വരുന്ന 4 to 5 ഓഡിറ്റ് ഫേസസിലൂടെ ഇവർ ഒരു ഓഡിറ്റ് ഫേം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഫേസ് വാസ് പ്രീ എൻഗേജ്മെന്റ് ഫേസ്. പ്രീ എൻഗേജ്മെന്റ് ഫേസ് നമ്മൾ ബുക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മളൊരു ഓഡിറ്റ് ക്ലയന്റിനെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ടീമിനും കുറച്ച് സെറ്റ് ഓഫ് ക്ലയൻസിനെ കൊടുത്തു വിത്ത് ദെയർ കേസ് സ്റ്റഡീസ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഫേംസ് എല്ലാം എന്ത് ചെയ്യണം, ഒരു ബെറ്റർ ക്ലയന്റിനെ സെലക്ട് ചെയ്യണം കൺസിഡറിങ് ഓൾ ദി ഫാക്ടേഴ്സ്. അപ്പം അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്, പ്രീ എൻഗേജ്മെന്റ് സ്റ്റേജ്. ആ പ്രീ എൻഗേജ്മെന്റ് സ്റ്റേജിന്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ദേ ഹാവ് ടു പ്രിപ്പയർ ആൻ എൻഗേജ്മെന്റ് ലെറ്റർ. അവർ ഏത് ക്ലയന്റിനെയാണോ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ക്ലയന്റുമായിട്ട് ഒരു എൻഗേജ്മെന്റ് ലെറ്റർ അവർ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എൻഗേജ്മെന്റ് ലെറ്ററിനെ പറ്റി പറയുവാണെങ്കിൽ അതിന്റെ മീനിങ്, പർപ്പസ്, ഒബ്ജക്റ്റീവ്, ഫോമാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബുക്സിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റുഡൻസ് റിയലി ഒരു കറക്റ്റായിട്ട് എങ്ങനെ ഒരു എൻഗേജ്മെന്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്യണം അവർ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ലെറ്റർ അവർ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് പ്ലാനിംഗ് ആയിരുന്നു. ഓഡിറ്റ് പ്ലാനിങ്ങിലും ഒരുപാട് കേസ് സ്റ്റഡി ബേസ്ഡ് ആയിരുന്നു ഓഡിറ്റ് പ്ലാനിംഗ് എന്ന സ്റ്റേജും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇൻ വിച്ച് മെറ്റീരിയാലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും റിസ്ക് അസസ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അണ്ടർസ്റ്റാൻഡിങ് ദി എൻറ്റിറ്റി എന്നുള്ള ഭാഗമൊക്കെ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു ഓഡിറ്റ് പ്ലാനിംഗ് എന്നൊരു ഫ്രേസ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദാറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റേജ് ആയിരുന്നു എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിള്ളേരാണെങ്കിലും ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു എക്സിക്യൂഷൻ സ്റ്റേജ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് വൗച്ചിങ് ആണ്. ഐ തിങ്ക് 20+ വൗച്ചേഴ്സ് ആണ് സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇൻ വിച്ച് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് എറേഴ്സ് ഇൻ ദി വൗച്ചേഴ്സ്. അത് നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് ബുക്സിലൂടെ അത് പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു റിയൽ വൗച്ചേഴ്സ് കൊടുത്തിട്ട് തന്നെ അതിൻ്റെ മിസ്റ്റേക്സ് അവരെ കൊണ്ട് കണ്ടുപിടിപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ്ലി ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എനിക്കൊന്ന് സ്കൂൾ തൊട്ട് പിള്ളേർ പഠിക്കുന്നതാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവിടെ ഒരു റിയൽ ബാങ്കിൻ്റെ ലെറ്ററും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും FSഉം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇവരോട് നമ്മൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പ്രിപ്പറേഷനും അതിൻ്റെ എറേഴ്സ്, കറക്ഷൻ ഓഫ് എറേഴ്സ് ആയിരുന്നു ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും പിള്ളേർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആ ഒരു ഭാഗം അവർ കവർ ചെയ്തു എന്നുള്ളതാണ്. തേർഡ് വൺ വാസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വെരിഫിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ എക്സിക്യൂഷൻ എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കടന്നു. അപ്പോൾ ഇതോടുകൂടെ ഫസ്റ്റ് ഡേ ഓഫ് AuditLab ആക്ച്വലി അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു 3 സ്റ്റേജസിലെ പെർഫോമൻസിൻ്റെ ബേസിസിൽ നമ്മൾ 5 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 5 ടീംസിനെ സെലക്ട് ചെയ്തു ഫോർ ദ നെക്സ്റ്റ് സെഷൻ. നെക്സ്റ്റ് സ്റ്റേജ് വാസ് ക്ലയൻറ്റ് ഡിസ്കഷൻ സ്റ്റേജ്. ഈ ക്ലയൻറ്റ് ഡിസ്കഷൻ സ്റ്റേജിൽ ടീംസ് കണ്ടുപിടിച്ചിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് ക്ലയൻസിന് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സെൽഫ് കോൺഫിഡൻസും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. സോ ഒരു PPT ത്രൂ അവർക്ക് അവരുടെ മിസ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ക്ലയന്റുമായിട്ട് ക്ലയന്റിന് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ 15 minutes ഓഫ് പ്രസന്റേഷൻ ഒരു ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ആയിരുന്നു പിന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടീമും ഫേസ് ടു ഫേസ് ഡിസ്കഷനിൽ ഇരിക്കണം വിത്ത് ദി ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ്സ് ആയിട്ട് നമുക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഓഡിറ്റേഴ്സുമായിട്ട് അവരുടെ മിസ്റ്റേറ്റ്മെന്റ്സ് കൺവേ ചെയ്യും. സോ ആസ് എ ക്ലയൻറ്റ്സ് എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. സോ അവരുടെ ഒരു ഒരു കൺസെപ്ച്വൽ നോളജ് ആണ് ആക്ച്വലി സ്പീക്കിംഗ് അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് ഒരു സ്ട്രെസ് മാനേജ്മെന്റും അത്രയും ഒരു എൻവയറമെന്റിൽ ഇതെങ്ങനെ അവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിരുന്നു.
ഓൾറെഡി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളല്ലേ ഇപ്പൊ പറഞ്ഞത്, പുള്ളിക്ക് പോലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നോട്ട് റിലയബിൾ അല്ലേ മാഡം? സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കണ്ടേ, ഫ്രെയിം വർക്ക്സ് അനുസരിച്ചിട്ടല്ലേ സ്റ്റാൻഡേർഡിൽ ഒരു ന്യായം പറയാൻ എനിക്കുണ്ടല്ലോ. സാർ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാ. അതായത് ഞാൻ ബിഗ് ഫോറിന്റെ ഒപ്പീനിയൻ എടുത്തരാം. സാർ സമ്മതിക്കോ? തുടങ്ങിയിട്ടില്ല, റീപേയ്മെന്റ് കിട്ടായി ഒന്നും അന്നില്ലല്ലോ. But from the scenario, it's clearly stating that the management is not willing to do so. They are only willing to disclose the issue. They are not going to consider the provision. സോ ദാറ്റ് അവർക്കൊരു റിയൽ ഓഡിറ്റേഴ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു റിയൽ കോർപ്പറേറ്റ് ഒരു എൻവയറമെൻറ്റിൽ തന്നെ അവർക്കൊരു ക്ലയൻറ്റ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലയൻറ്റ് ഡിസ്കഷനിലൂടെ കുട്ടികൾക്ക് വളരെ വലിയൊരു എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്ലയൻറ്റ് ഡിസ്കഷന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിഷൻ ആയിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്സ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അബൌട്ട് ഓഡിറ്റ് റിപ്പോർട്ട്. പക്ഷേ ഇവിടെ ദേ ഹാവ് ടു ഡിസൈഡ് ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ്, ക്വാളിഫൈഡ് ആണോ, മോഡിഫൈഡ് ആണോ, അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണോ, ലൈക്ക് വൈസ് ഏത് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആണെന്നുള്ളതും ഏത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും. ആൻഡ് ദേ ഹാവ് ടു പ്രിപ്പയർ ആ റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റ്. അപ്പോൾ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും കൂടെ ബേസിസിലാണ് നമ്മൾ ആക്ച്വലി വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഡിറ്റ് ലാബ് എന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ 3 days ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് പുറകെ ഒരു 3 months എഫേർട്ട് ആക്ച്വലി ഉണ്ടായിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്, നമ്മളെ അക്കാഡമിക് ടീം ആൻഡ് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ടുള്ള എനർജി, ഇവരുടെയൊക്കെ ഒരു കണ്ടിന്യൂസ് റിവ്യൂ ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓഡിറ്റ് ലാബ് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആൻഡ് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഫ്രം സ്റ്റുഡൻസ്, സത്യം പറയുകയാണെങ്കിൽ ആ ഒരു 3 days ഓരോ ക്ലാസ് റൂംസും ഒരു ഓഡിറ്റ് ഫേം ആയിട്ട് മാറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്ര വലിയൊരു പ്രോഗ്രാമാണ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കൺസൾട്ടൻസ് ക്ലബിൻ്റെ അണ്ടറിലാണ് വന്നത്. അവർക്ക് ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. ബട്ട് ആക്ച്വലി പ്രോപ്പർ ക്ലയൻറ്റ് ഡിസ്കഷൻ തന്നെയായിരുന്നു. ലൈക്ക് നമ്മൾ സ്പെസിഫിക് ഒരു ഓഡിറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ബുക്സിലുള്ളത് പഠിച്ചിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണല്ലോ. അതിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടി. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റി, നമ്മുടെ നോളജ് ഒന്നും കൂടി നമ്മുടെ നോളജിൽ തന്നെ ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പം ഞാനിപ്പം ഡയറക്റ്റ്ലി ഒരു ബുക്കിഷ് നോളജിൽ നിന്ന് ഒരു കമ്പനി ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓഡിറ്റിങ്ങിലേക്ക് പോകുമ്പോൾ എനിക്കറിയണം ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്, ഞാൻ എങ്ങനെയായിരിക്കും നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഉള്ള ഇൻ്റർവ്യൂ ഡിസ്കഷൻസ്, ക്ലയൻറ്റ് ഡിസ്കഷൻ ഒക്കെ മനസ്സിലാവും. അപ്പോൾ എലാൻസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. പക്ഷെ അത് ഇത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും വളരെ വലുതായിരുന്നു. വിചാരിച്ചില്ല ഇപ്പം ക്ലയൻറ്റ് ഡിസ്കഷൻ ഇത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും. ജസ്റ്റ് PPT പ്രസൻറ്റേഷൻ അതൊന്ന് പ്രസൻറ്റ് ചെയ്യുക, ജസ്റ്റ് സാധാരണ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചപ്പം. ഇത്രമാത്രം അവർ ഒഫൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രമാത്രം ഡിസ്കഷനിലേക്ക് ഡീപ്പായിട്ട് പോകുന്നു നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ ഇതിൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് എന്തായാലും ഇങ്ങനെയുള്ളൊരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് ഉറപ്പായും നല്ലതാണ്. കാരണം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല. അപ്പം രാവിലെ വന്നിരുന്നു, നല്ലതായിരുന്നു. ലൈക്ക് പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ ഇൻവോൾവ് ആയി പോയി. കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റി. ലൈക്ക് പെട്ടെന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് ആ ഒരു സംഭവങ്ങളൊക്കെ അനലിറ്റിക്കൽ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാസ്റ്ററിംഗ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നുകൂടി പ്രൊഫഷണലായിട്ട് എങ്ങനെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യണം എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലായി. ACCൻ്റെ പ്രൈം പ്ലസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ലീപ്പിനും എലാൻസിൻ്റെ ലീഡറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും ബാക്കിയുള്ള IM പ്രോഗ്രാമിനും അങ്ങനെ എഡ്ജ് കാര്യങ്ങളെല്ലാത്തിലും പങ്കെടുക്കാൻ, ഇതിലും ഓഡിറ്റ് ലാബിലും പങ്കെടുക്കാൻ കിട്ടിയൊരു ചാൻസ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് അതിൽ ക്രിട്ടിക്കലി അതിനെ പറ്റി ആലോചിച്ച് അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ ചെയ്യാനും ഒക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് നമുക്ക് എല്ലാം പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മളൊരു ബോർഡ് മീറ്റിങ്ങിനോട് അല്ലെങ്കിൽ ഒരു ബോർഡിനോട് ഡയറക്റ്റ്ലി പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എലാൻസിൻ്റെ പ്രൈം പ്ലസ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായ പോലെ തോന്നുന്നു. അപ്പം ഇനിയും ഇതുപോലെ ഫ്യൂച്ചറിലുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. യു ആർ വെരി ലക്കി, നിങ്ങൾക്ക് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് കിട്ടുന്നു. ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പിൽ ചെയ്യാൻ പോയ സമയത്ത് എന്താ പറയുക, ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറേ പഠിച്ചു എന്ന് ഞാൻ പറയത്തില്ല, അറ്റ്ലീസ്റ്റ് ക്ലാസ്സിലിരുന്നു, പരീക്ഷ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതില്ലാണ്ട് എങ്ങനെ പോയി ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ബുക്കിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും പ്രാക്ടിക്കലി ഉള്ള സംഭവം തമ്മിൽ
ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പം പലർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അതായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ഇന്റൻഷൻ. The winner is Saja Hamid, Fatimul Sehra and Krishnasri PS. ലേണിംഗ് ബൈ ഡൂയിങ് മെത്തഡോളജിയിലൂടെ കുട്ടികളെ ഇൻഡസ്ട്രി റെഡി ആക്കാനുള്ള എലാൻസിന്റെ ഇത്തരം ഇനീഷ്യേറ്റീവ്സ് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.